ഹായ് ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് നോക്കുന്നത്. കോവിഡ് പൂർണ്ണരൂപങ്ങൾ. PCR പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. എയിംസ് AIIMS ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. CSIR കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CFLTC കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്. COVID-19 പരിശോധന സുഗമമാക്കുന്നതിനായി മധ്യപ്രദേശിൽ ആരംഭിച്ച വാഹന സംവിധാനം സഞ്ജീവനി. COVID-19-നെതിരെ പോരാടുന്നതിനായി നാഷണൽ കാഡറ്റ് കോർപ്സ് NCC ആരംഭിച്ച ദൗത്യം എക്സർസൈസ് NCC യോഗ്ദൻ. 2021 മെയ്യിൽ കോവിഡ് രോഗികളെ പ്ലാസ്മ ഡോണേഴ്സുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സ്നാപ്ഡീൽ ആരംഭിച്ച സംരംഭം സഞ്ജീവനി. ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി മരുന്ന് ലഭ്യമാക്കുവാനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി അരികെ. യാത്രക്കാർക്ക് വൺ സൈറ്റ് റാപ്പിഡ് COVID-19 ടെസ്റ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ എയർലൈൻ എമിറേറ്റ്സ്. റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, തിരുവനന്തപുരം. ലോകത്തിലാദ്യമായി ആപ്പിൾ, ഗൂഗിൾ കമ്പനികളുടെ സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ചുകൊണ്ട് കൊറോണ വൈറസ് കോണ്ടാക്റ്റ് ട്രാക്കിംഗ് ആപ്പ് വികസിപ്പിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. സ്വിസ് കോവിഡ് ആപ്പ്. COVID-19-നെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനല് DD റെട്രോ. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല കൊല്ലം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി തേനമൃത്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ 100 മില്യൺ ഡോസ് 10 കോടി കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്ത രാജ്യം എന്ന നേട്ടം കൈവരിച്ചത് ഇന്ത്യ. ഇന്ത്യയിൽ വാക്സിനേഷൻ ആരംഭിച്ചത് 2021 ജനുവരി 16. ഇനി നോക്കുന്നത് നിയമനങ്ങൾ. 2021-22 കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുള്ള ഷാഹിദ്. മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് 2021-22 കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുള്ള ഷാഹിദ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിത ധൃതി ബാനർജി. കൊച്ചി മെട്രോയുടെ MD-ആയി നിയമിതനായത് ലോക്നാഥ് ബെഹ്റ. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ സഞ്ജയ് കൗൾ. കേരള സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് K. ഗോപാലകൃഷ്ണ കുറുപ്പ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് അനൂപ് ചന്ദ്ര പാണ്ഡെ. രാജ്യസഭാ നേതാവായി നിയമിതനായ കേന്ദ്രമന്ത്രി പീയൂഷ്. കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് അനിൽ കാന്ത്. സംസ്ഥാന ജയിൽ മേധാവിയായി ചുമതലയേറ്റത് ദർവേഷ് സാഹിബ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് A. ഷാജഹാൻ. ഐക്യരാഷ്ട്രസഭയുടെ ഹൈ ലെവൽ അഡ്വൈസറി ബോർഡ് ഓൺ എക്കണോമിക് സോഷ്യൽ അഫയേഴ്സിലേക്ക് നിയമിതയായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ജയന്തി ഘോഷ്
ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായത് അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്രട്ടറി ജനറലായി നിയമിതയായത് റബേക്ക കിൻസ്പാൻ, കോസ്റ്ററിക്ക. ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ്റെ കോച്ചസ് കമ്മിറ്റി അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ഡോക്ടർ ടഡാങ് മിനു, അരുണാചൽ പ്രദേശ് സ്വദേശിനി. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലെ ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷ്യസ് നെറ്റ്വർക്ക് APFISNൻ്റെ രാജ്യാന്തര പ്രതിനിധിയായി നിയമിതനായ മലയാളി ഡോക്ടർ ടി വി സജീവ്. നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതയായ ഇന്ത്യൻ വംശജ ഭവ്യലാൽ. മോൾഡോവയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് മായ സന്ധു. ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത സൗമ്യ സ്വാമിനാഥൻ. ഇൻ്റർനാഷണൽ യൂണിയൻ റെയിൽവേ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിൻ്റെ വൈസ് ചെയർമാനായി നിയമിതനാകുന്ന ഇന്ത്യൻ അരുൺ കുമാർ, DGRPF. യുണൈറ്റഡ് നാഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ പ്രീതി സിൻഹ. സിംഗപ്പൂർ പാർലമെൻറ്റിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ്, വർക്കേഴ്സ് പാർട്ടി. WHO ഗ്ലോബൽ എയർ പൊല്യൂഷൻ ആൻഡ് ഹെൽത്ത് ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഹോണററി മെമ്പറായി നിയമിതനായ ഇന്ത്യക്കാരൻ പ്രൊഫസർ മുകേഷ് ശർമ്മ. അമേരിക്കയിലെ ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജ സരള വിദ്യാനാഗ്ല. അമേരിക്കയുടെ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസീസ് ഓഫീസർ ഓഫ് വാട്ടർ മേധാവിയായി നിയമിതയായ ഇന്ത്യൻ വംശജ രാധിക ഫോക്സ്. പ്രമുഖ അമേരിക്കൻ ന്യൂസ് പേപ്പറായ ദ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ആദ്യ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് സാലി ബസ്ബി. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടറായി നിയമിതനായത് കരീം ഖാൻ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യാസ് പെർമനൻ്റ് മിഷൻ കൗൺസിലർ ആയി നിയമിതനായത് ആശിഷ് ചന്ദ്രോക്കർ. ഇ-കൊമേഴ്സ് സ്ഥാപനമായ ആമസോണിൻ്റെ CEO ആയി നിയമിതനായത് ആൻഡി ജാസി. ഇ-കൊമേഴ്സ് സ്ഥാപനമായ ആമസോണിൻ്റെ CEO ആയി നിയമിതനായത് ആൻഡി ജാസി. ലോക ബാങ്കിൻ്റെ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് റിക്കവറി ആൻഡ് ഗ്രോത്തിൻ്റെ ഹൈ ലെവൽ അഡ്വൈസറി ഗ്രൂപ്പ് അംഗമായി നിയമിതനായ മുൻ ദേശീയ ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ മൊൻടേഗ് സിംഗ് അഹുൽവാലിയ. അമേരിക്കയിലെ ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് മേധാവിയായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വംശജ കിരൺ അഹൂജ. അമേരിക്കയിലെ ബ്രൂക്ക് ഫീൽഡ് നഗരത്തിൻ്റെ പോലീസ് മേധാവിയായി നിയമിതനായ മലയാളി മൈക്കിൾ കുരുവിള. WHO എക്സിക്യൂട്ടീവ് ബോർഡ് പുതിയ അധ്യക്ഷനായി നിയമിതനായത് ഡോക്ടർ പത്രിക് അമോദ്. ഇൻ്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ RS സോദി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രസിഡന്റിൻ്റെ ചെഫ് ദെ ക്യാബിനറ്റ് ആയി നിയമിതനായ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ K നാഗരാജ് നായിഡു. ഫ്രഞ്ച് ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഗ്രൂപ്പായ തേൽസിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൺട്രി ഡയറക്ടർ ഫോർ ഇന്ത്യയുമായി നിയമിതനായത് ആശിഷ് സറഫ്. അമേരിക്കയിലെ മെമ്മോറിയൽ സ്ലോൻ കെറ്ററിംഗ് ക്യാൻസർ സെൻ്ററിൻ്റെ ബോർഡ് മെമ്പറായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വനിത കിരൺ മജൂംദാർ ഷാ. ഐക്യരാഷ്ട്രസഭയുടെ യുണിസെഫ് നേതൃത്വം നൽകുന്ന ഗ്ലോബൽ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കാം. ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിൻ്റെ CEO ആയി നിയമിതനായത് ഷൈസി ചൗ. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായി നിയമിതയായത്
എറിക് ഗരീറ്റി. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായി നിയമിതയായത് എറിക് ഗരീറ്റി. ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ അഡ്വർടൈസിംഗ് സെൽഫ് റെഗുലേഷൻ ICASൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗവും വൈസ് പ്രസിഡന്റുമായി നിയമിതയായത് മനീഷ കപൂർ. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ഫോർ ഹ്യൂമനിറ്റേറിയൻ അഫയേഴ്സ് ആൻഡ് എമർജൻസി റിലീഫ് കോർഡിനേറ്ററായി നിയമിതനായത് മാർട്ടിൻ ഗ്രിഫിത്ത്. ഇറ്റലിയുടെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായി നിയമിതയായ ആദ്യ വനിത എലിസബത്ത ബെല്ലോണി. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സീനിയർ അഡ്വൈസറി നിയമിതയായ ഇന്ത്യൻ വംശജ നീര ടണ്ടൻ. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP26ൻ്റെ പീപ്പിൾസ് അഡ്വക്കേറ്റായി തിരഞ്ഞെടുത്തത് ഡേവിഡ് ആറ്റൻബറോ. അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ അംഗമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ ശങ്കർ ഘോഷ്. മെക്സിക്കോയിലേക്കുള്ള അടുത്ത ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് മൃദുൽ കുമാർ. ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതയായത് മാർത്ത കുമെ. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ മേധാവിയായി നിയമിതനായത് ഡേവിഡ് ബർണ. ലൈബീരിയയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് പ്രദീപ് കുമാർ യാദവ്. അമേരിക്കയുടെ വിദേശ വാണിജ്യ വകുപ്പിലെ US ഫോറിൻ കൊമേഴ്ഷ്യൽ സർവീസ് മേധാവിയായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ അരുൺ വെങ്കട്ടരാമൻ. ഇൻ്റർനാഷണൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് INCB പ്രസിഡന്റായി നിയമിതയായ ഇന്ത്യക്കാരി ജഗ്ജിത് പവാഡിയ. ബ്യൂറോ ഓഫ് ഇന്റർ പാർലമെൻ്ററി യൂണിയൻ IPU സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് യുണൈറ്റഡ് നേഷൻസ് അഫയേഴ്സ് അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ലോകസഭാ അംഗം ദിയ കുമാരി. അമേരിക്കയുടെ ആദ്യ വനിതാ ആർമി സെക്രട്ടറിയായി നിയമിതയായത് ക്രിസ്ത്യൻ വോർമത്ത്. സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് എഡ്വാർഡ് ഹെഗർ. യൂറോപ്യൻ രാജ്യമായ കൊസോവോയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജോസ ഒസ്മാനി സദ്രിയു. വിയറ്റ്നാമിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാം മിൻ ചിൻ. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ന്യുയൻ ഷുവാൻ ഫുക്ക്. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയുടെ UNEP അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായും പ്രസ്തുത സംഘടനയുടെ ന്യൂയോർക്ക് ഓഫീസിൻ്റെ മേധാവിയായും നിയമിതയായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ലിഗിയ നൊറോൻഹ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലോർ മ്യൂസിയത്തിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് ലോറൻസ് ഡെസ്കാസ്. ജോർജിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഇറാക്ലി ഗരിബാഷ്വിലി. ജോർജിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഇറാക്ലി ഗരിബാഷ്വിലി. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിൻ്റെ വൈസ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായി നിയമിതയായ ഇന്ത്യൻ വംശജ നൗറീൻ ഹസൻ. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത് സാമിയ ഹസൻ സുൽഹു. ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അസോസിയേഷൻ APRACയുടെ ചെയർമാനായി നിയമിതനായത് GR ചിൻഡാല നബാർഡ് ചെയർമാൻ. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ UNHRC അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ
അജയ് മൽഹോത്ര. ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അസോസിയേഷൻ APRACAയുടെ ചെയർമാനായി നിയമിതനായത് GR ചിൻഡാല, നബാർഡ് ചെയർമാൻ. ഐക്യരാഷ്ട്രസഭയുടെ പാനൽ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ ചെയർമാനായി വീണ്ടും നിയമിതനായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു. അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ്റെ സർജൻ ജനറൽ ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഡോക്ടർ വിവേക് മൂർത്തി. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിതനായത് ബിൽ നെൽസൺ. അമേരിക്കയുടെ ഫെഡറൽ ട്രേഡ് കമ്മീഷണറായി നിയമിതയായ പാകിസ്ഥാൻ വംശജ ലിന ഖാൻ. റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെനിസ് സാസോ ന്യൂസോ. ആഫ്രിക്കൻ രാജ്യമായ നൈജറിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് അഹമ്മദോ മഹമ്മൂദോ. ആഫ്രിക്കൻ രാജ്യമായ നൈജറിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് ബസോം. ഗ്ലോബൽ ന്യൂസ് ഏജൻസിയായ റിട്ടേഴ്സിൻ്റെ ആദ്യ വനിതാ എഡിറ്റർ ഇൻ ചീഫ് ആയി നിയമിതയാകുന്നത് അലസാൻഡ്ര ഗലോണി. ഇക്വഡറിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുല്യർമോ ലാസോ. ഹൈത്തിയുടെ പുതിയ പ്രധാനമന്ത്രി ഗ്ലാഡോ ജോസഫ്. ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആയി നിയമിതനായത് മൈഗേൽ ഡിയാസ് കാനൽ, ക്യൂബൻ പ്രസിഡന്റ്. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷെർ ബഹദൂർ ദ്യൂബ. ബ്രിട്ടൻ നേതൃത്വം നൽകുന്ന പാൻഡമിക് പ്രിപ്പയർഡ്നെസ് പാർട്ട്ണർഷിപ്പ് PPP വിദഗ്ധ സമിതി അംഗമായി നിയമിതയായ ഇന്ത്യക്കാരി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ബ്രിട്ടൻ നേതൃത്വം നൽകുന്ന പാൻഡമിക് പ്രിപ്പയർഡ്നെസ് പാർട്ട്ണർഷിപ്പ് PPP വിദഗ്ധ സമിതി അംഗമായി നിയമിതയായ ഇന്ത്യക്കാരി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ആഫ്രിക്കൻ രാജ്യമായ ചാഡിൻ്റെ പ്രസിഡന്റായി നിയമിതനായത് മഹ്മദ് ഇഡ്രീസ് ഡെബി ഇറ്റ്നോ. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ വനിത ഗുപ്ത. ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് OPCWൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു. കരീബിയൻ രാജ്യമായ ഹൈത്തിയുടെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് ജോസഫ് ലാംബർട്ട്. വിയറ്റ്നാമിൻ്റെ ഹോണററി കോൺസൽ ജനറൽ ആയി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ NS ശ്രീനിവാസമൂർത്തി. അമേരിക്കയുടെ വിദേശകാര്യ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പ്രസ്റ്റൻ കുൽക്കർണി. UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആൻഡ് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിതയായ ഇന്ത്യക്കാരി ഉഷ റാവോ മൊനാരി. ഫിഫ കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ പ്രഫുൽ പട്ടേൽ. ലോകാരോഗ്യ സംഘടനയുടെ ഇൻഡിപെൻഡന്റ് പാനൽ ഫോർ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസിലേക്ക് നിയമിതയായ ഇന്ത്യക്കാരി പ്രീതി സുഡാൻ. മൈക്രോസോഫ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ മലയാളി ജോൺ ജോർജ് ചിറപ്പുറത്ത്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRDൻ്റെ അമേരിക്കൻ പ്രതിനിധിയായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ അശോക് മൈക്കേൽ പിൻഡോ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADBൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ സമീർ കുമാർ കരെ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADBൻ്റെ പുതിയ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യക്കാരൻ അശോക് ലവാസ. വേൾഡ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ രാജേഷ് ഗുള്ളർ.
വേൾഡ് ബാങ്കിൻ്റെ സീനിയർ അഡ്വൈസറി ടു ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ED ആയി നിയമിതനായ ഇന്ത്യക്കാരൻ രാജീവ് ടോപ്നോ. വേൾഡ് ബാങ്കിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ സൗത്ത് ഏഷ്യയുടെ പ്രധാന പദവിയിലേക്ക് നിയമിതനായ ഇന്ത്യൻ അബ്ബാസ് ജ. സ്വീഡൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീഫൻ ലോഫ്വാൻ. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് BAFTA-ൻ്റെ ചെയർമാനായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ കൃഷ്ണേന്ദു മജൂംദർ. അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ സേതുറാമൻ പഞ്ചനാഥൻ. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOCയുടെ ഒളിമ്പിക് ചാനൽ കമ്മീഷൻ്റെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ നരീന്ദർ ബത്ര. ആൽഫാബെറ്റ് INCയുടെ CEO സുന്ദർ പിച്ചെ, തമിഴ്നാട്. അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക് ഇൻ്റർനാഷണൽ ഹോണററി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ശോഭന നരസിംഹൻ. IBMൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അരവിന്ദ് കൃഷ്ണ. ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരി മലയാളി പ്രിയങ്ക രാധാകൃഷ്ണൻ. ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവയുടെ ക്യൂൻസ് കൗൺസിൽ ഫോർ കോർട്സ് ആയി നിയമിതനായ ഇന്ത്യൻ അഭിഭാഷകൻ ഹരീഷ് സാൽവെ. ഫോം ഓഫ് ദി ഇലക്ഷൻ മാനേജ്മെൻറ്റ് ബോഡീസ് ഓഫ് സൗത്ത് ഏഷ്യ FEMBOSA ഫംബോസയുടെ പുതിയ ചെയർമാൻ സുനിൽ അറോറ. തായ്ലൻഡിലെ UN റെസിഡൻറ്റ് കോർഡിനേറ്റർ ആയി നിയമിതനായ ഇന്ത്യൻ ഗീത സമ്പർവാൾ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF അതിൻ്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് സുർജിത് ബല്ല. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് സുർജിത് ബല്ല. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IODAയുടെ പുതിയ ജനറൽ വൈസ് പ്രസിഡന്റ് ആയി നിയമിതയായ ആദ്യ ഇന്ത്യൻ ഡോക്ടർ വിനയ ഷെട്ടി. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സ് ഓണററി ട്രസ്റ്റി ആയി നിയമിതയായ ആദ്യ ഇന്ത്യൻ നിത അംബാനി. അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനിയായ സെയിൽസ്ഫോഴ്സിൻ്റെ ഇന്ത്യയിലെ ചെയർപേഴ്സൺ ആൻഡ് CEO ആയി നിയമിതയായത് അരുന്ധതി ഭട്ടാചാര്യ. അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനിയായ സെയിൽസ്ഫോഴ്സിൻ്റെ ഇന്ത്യയിലെ ചെയർപേഴ്സൺ ആൻഡ് CEO ആയി നിയമിതയായത് അരുന്ധതി ഭട്ടാചാര്യ. അമേരിക്കയുടെ ആദ്യ വനിതാ ട്രഷറി സെക്രട്ടറി ആയി നിയമിതയായത് ജാനറ്റ് യെല്ലൻ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണർ രഘുറാം രാജൻ. UK-യിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചാൻസലർ ഹിലരി ക്ലിൻ്റൺ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജനറൽ ഉജോങ് ഉം. പാകിസ്ഥാനിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത താഹിറ സഫ്ദാർ. UN വുമൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫുംസിലെ മ്ലാംബോ നുക. UN വുമൺ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിത ഭാട്ടിയ. കനേഡിയൻ സ്പേസ് ഏജൻസി CSAയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ലിസ ക്യാമ്പൽ. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് NDPൻ്റെ പ്രസിഡന്റ് മാർക്കോസ് പ്രാഡോ ട്രോയ്ജോ, ബ്രസീൽ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് AIIBൻ്റെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് ജിൻ ലുക്കിൻ.
വേൾഡ് ബാങ്കിൻ്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആൻഡ് ചീഫ് എക്കണോമിസ്റ്റ് കാർമൻ റെയ്ൻഹാർട്ട്. വേൾഡ് ബാങ്കിൻ്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആൻഡ് ചീഫ് എക്കണോമിസ്റ്റ് കാർമൻ റെയ്ൻഹാർട്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO രൂപീകരിച്ച ഇൻഡിപെൻഡൻറ്റ് പാനൽ ഫോർ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് IPPRൻ്റെ അധ്യക്ഷ സ്ഥാനം ലഭിച്ച വനിതകൾ എലൻ എലിസബത്ത് ക്ലാർക്ക്, മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി, എലൻ ജോൺസൺ സിർലേഫ്, മുൻ ലൈബീരിയൻ പ്രസിഡന്റ്. യുനിസെഫിൻ്റെ ചൈൽഡ് റൈറ്റ് ക്യാമ്പയിൻ ആയ ഫോർ എവരി ചൈൽഡിൻ്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി നിയമിതനായ ബോളിവുഡ് താരം ആയുഷ്മാൻ ഖുറാന. ഇന്റർ പാർലമെൻ്ററി യൂണിയൻ IPO ജനീവയുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. അമേരിക്കയുടെ വ്യോമസേന മേധാവിയാകുന്ന ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ ചാൾസ് ക്യൂ ബ്രൗൺ Jr. ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറാണ് TS തിരുമൂർത്തി. UN-ൻ്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രമാനി പാണ്ഡെ. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ FIHൻ്റെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് നരീന്ദർ ബത്ര. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയി നിയമിതനായ ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ലിയോഡ് ഓസ്റ്റിൻ. യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് വിശാൽ വി ശർമ്മ. അടുത്ത വീഡിയോയിൽ നോക്കുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരു ലൈക്കും അഭിപ്രായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്